ജനങ്ങൾക്ക് ശബരിമലയിലും സ്വാമി അയ്യപ്പനിലുള്ള വിശ്വാസമല്ല, ദേവസ്വം ബോർഡിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണ്. അവിടുത്തെ സ്വാമി അയ്യപ്പന് ആ ശക്തിയും നന്മയും ഉള്ളതുകൊണ്ടാണ് ഈ നടന്ന കള്ളത്തരങ്ങളെല്ലാം നമ്മൾ തിരിച്ചറിയുന്നത്. അത് കോടതിയുടെ ഇടപെടൽ കൊണ്ടാണ്. ദൈവം കോടതിയുടെയും നീതിയുടെയും രൂപത്തിലാണ് യഥാർത്ഥത്തിൽ വരുന്നത്. എന്തായാലും 2-3 കാര്യങ്ങളിൽ വ്യക്തത ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒന്ന്, 1998-99 കാലത്ത് 30.3 കിലോഗ്രാം ഗോൾഡ് വെച്ച് ശബരിമലയിലെ മേൽക്കൂരയും മറ്റനുബന്ധ കാര്യങ്ങളും അതോടൊപ്പം ദ്വാരപാലകന്മാരും ഗോൾഡ് ക്ലാഡിംഗ്, സ്വർണം പതിക്കൽ നടന്നിരുന്നു. സ്വർണം പൂശലെന്നോ സ്വർണം പതിക്കലെന്നോ പറയാം. 2019 ഇത് ഊരിയെടുത്തപ്പോൾ അത് ചെമ്പ് മാത്രമാണെന്ന് പറഞ്ഞത് കള്ളത്തരമാണ് എന്ന് സംശയത്തിന്റെ ആനുകൂല്യത്തിനിട ഇല്ലാത്ത രീതിയിൽ തെളിഞ്ഞിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി 39 ദിവസം തന്റെ കയ്യിൽ വെച്ചിട്ടാണ് ഈ കാര്യം അടുത്ത സ്ഥലത്തേക്ക് കൈമാറിയെന്ന് പറയുന്നു. അദ്ദേഹം ഇത് എന്ത് ചെയ്തു എന്ന് അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത, ഹൈദരാബാദിൽ ബാംഗ്ലൂരിലുള്ള ഒരു വിനീത് ജെയിൻ എന്ന ബിസിനസ്സുകാരനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പുതിയ കാര്യമാണ് ഇത് ഉണ്ടാക്കിയത്. അതാണ് ശബരിമലയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതെന്നാണ്. ഏകദേശം 4.85 കിലോഗ്രാം അതിൽ കുറവുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇത് വളരെ ഗൗരവതരമായ ഒരു ക്രിമിനൽ കുറ്റമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാം ആദ്യഘട്ടത്തിൽ ഇത് പിഴവാണ്, ജാഗ്രത കുറവാണ്, എററാണ് എന്ന് കരുതിയിരുന്നെങ്കിൽ അതൊരു ക്രിമിനൽ സ്വഭാവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് രഹസ്യാത്മകമായി ചെയ്തു, ഹൈക്കോടതിയുടെ അനുമതി ഇല്ലാതെ ചെയ്തു, ശബരിമലയിലെ ദ്വാരപാലകന്മാരെ മാറ്റി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ ലഭ്യമായ വിവരത്തിൽ ശബരിമലയിൽ വിജയമല്യ ചെയ്തിരുന്ന സ്വർണം പതിച്ച ദ്വാരപാലകന്മാരല്ല ഉള്ളത്. പുതിയൊരു ദ്വാരപാലക ശിലകൾ നിർമ്മിച്ച അല്ലെങ്കിൽ പാളികൾ നിർമ്മിച്ചത് കൊണ്ടുവന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇതിന് ശക്തമായ നടപടികൾ വേണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് കേസ് ഉണ്ടാണ്ട് എത്രയും പെട്ടെന്ന് ആക്ഷൻ ഉണ്ടാകണം. ഇത് കോടിക്കണക്കിന് വിശ്വാസികളെ ബാധിക്കുന്ന വിഷയമാണ്. തീർച്ചയായും ഈ ശബരിമല പോലൊരു സ്ഥലത്ത് എങ്ങനെയാണ് ഈ ഇത്തരത്തിലൊരു കറപ്ഷൻ നടക്കാനുണ്ടാകുന്ന ഒരു സാഹചര്യം? കാരണം അത്രയും സുരക്ഷ ശബരിമലയിൽ ഒരുക്കിയിട്ടുള്ളതല്ലേ, എവിടെയാണ് പാളിപ്പോയിട്ടുണ്ടാവുക? ഞാൻ ആരെയും കുറ്റം പറയുകയല്ല, പക്ഷെ കള്ളൻ കപ്പലിൽ തന്നെയാണെങ്കിലോ? കള്ളൻ കപ്പലിൽ തന്നെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യഥാർത്ഥത്തിൽ രക്ഷിക്കാൻ ഏൽപ്പിച്ചവർ തന്നെയാണ് ഇത് ചെയ്തതെങ്കിലും ബാക്കിയുള്ളവർക്ക് ഇത്തരം കാര്യങ്ങൾ അറിയില്ലല്ലോ. ഇപ്പം ദേവസ്വത്തിന്റെ ആൾക്കാർ വന്ന് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ ബാക്കി ആർക്കും അതിനെ എതിർക്കാൻ കഴിയില്ലല്ലോ. ബാക്കി അവിടുത്തെ പാവപ്പെട്ട പൂജാരികളും സാധു ബ്രാഹ്മണരും അവിടെ നിൽക്കുമ്പോൾ അവർക്ക് എന്താ ചെയ്യാൻ കഴിയുക? ബാക്കിയുള്ളവർക്ക് എന്താ ചെയ്യാൻ കഴിയുക? ദേവസ്വം മാനുവലുകളിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഏതെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്തണമെങ്കിൽ അത് ശബരിമലയുടെ പ്രമേസിലോ അല്ലെങ്കിൽ അമ്പലങ്ങളുടെ പ്രമേസിൽ വെച്ച് മാത്രമേ നടത്താവൂ. ഇത് 39 ദിവസം അടക്കം വേറൊരാളുടെ കൊടുത്തുവിട്ടു. അയാളുടെ കൈവശം 39 ദിവസം ഇരുന്നു എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ബാക്കി അതിൽ ആ ഗോൾഡ് ക്ലാഡിംഗ് എവിടെ? അതിൽ ഓൾറെഡി പതിപ്പിച്ചിരുന്ന സ്വർണം എവിടെ? തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയല്ലേ. അതുകൊണ്ട് അതിശക്തമായ രീതിയിൽ നടപടി വേണം. ഇതൊരു ക്രിമിനൽ സ്വഭാവമുള്ള കുറ്റമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആവാതിരിക്കട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന. കാര്യം വിശ്വാസികൾക്ക് വേദനിക്കുന്ന ഒരു വിഷയമാണിത്. കാര്യം സാധാരണ വിശ്വാസികൾ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ സ്വർണം കൊടുക്കുന്നതും വിശ്വാസത്തിന്റെ കാര്യങ്ങൾ കൊണ്ട് കൊടുക്കുന്നതും ഏറ്റവും ഏറ്റവും വിശ്വാസത്തോടു കൂടിയാണ്. അത് മോഷ്ടിക്കപ്പെട്ടു എന്നോ അല്ലെങ്കിൽ അടിച്ചു മാറ്റപ്പെട്ടു എന്നോ തുടങ്ങിയ കാര്യങ്ങൾ വാർത്ത കേൾക്കുന്നത് പോലും അവർക്ക് വിഷമകരവും വേദനാജനകവും. അതുകൊണ്ട് ആരെയും ഈ സമയത്ത് കുറ്റം പറയുന്നില്ല. പക്ഷേ ക്രിമിനൽ സ്വഭാവമുള്ള ചില കാര്യങ്ങൾ നടന്നുവെന്ന് സംശയിക്കാൻ തക്ക തെളിവുകളും കാര്യങ്ങളുമാണ് പുറത്തു വരുന്നത്. അതിൽ ക്ലാരിറ്റി ഇമ്മീഡിയറ്റ്ലി ഉണ്ടാകണം. ഇപ്പോൾ നടക്കുന്ന ഈ ഒരു അന്വേഷണത്തിൽ താങ്കൾ തൃപ്തനാണോ? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള സുവോമോട്ടോ കേസാണ്. വിശ്വാസികൾക്ക് ഹൈക്കോടതിയെ വിശ്വാസമാണ്. കാര്യം ഹൈക്കോടതിയാണല്ലോ ഇത് വെളിയിൽ കൊണ്ടുവന്നത്. രാഷ്ട്രീയക്കാരല്ല, എതിർ പാർട്ടിക്കാരല്ല, പോലീസുകാരല്ല. അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ രീതിയിൽ മുമ്പോട്ട് വെക്കുന്ന എല്ലാ നിലപാടുകളും സാധാരണ വിശ്വാസികൾക്ക് സ്വീകാര്യമായിരിക്കും. ഹൈക്കോടതി ഇതിൽ കൂടുതൽ എന്തെങ്കിലും കണ്ടെത്താനുണ്ടെങ്കിൽ ബാക്കി ഏജൻസികൾ ഒരുപക്ഷെ ഏൽപ്പിക്കും. ഈ പഴയ കാലത്തെ ഈ രേഖകൾ, സ്വർണ്ണപാളിയുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ, ഈ സ്വർണം പൂശിയ കാലത്ത് ഉണ്ടായിട്ടുള്ള രേഖകൾ, അത് അപ്രത്യക്ഷമായതിലൊരു ദുരൂഹത താങ്കൾക്ക്? ഭയങ്കര ദുരൂഹതയുണ്ട്. പിന്നെ 1999 രജിസ്റ്റർ എവിടെ? ഒരുപാട് വർഷമൊന്നും മുമ്പല്ലല്ലോ, 20-25 വർഷം മുമ്പ് നടന്ന കാര്യമല്ലേ. ഈ 25 വർഷം മുമ്പ് നടന്ന രജിസ്റ്റർ എവിടെ? അതിലെ ഡോക്യുമെന്റേഷൻ എവിടെ? ഇത്ര കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതും അത് നഷ്ടമായി എന്ന് കോടതിയിൽ പറയുകയും ചെയ്തത് കൂടുതൽ സംശയം ഉണർത്തി. എനിക്ക് തോന്നുന്നു ഹൈക്കോടതിക്ക് അതൊക്കെ കൊണ്ടായിരിക്കും കൂടുതൽ ഇതിനെക്കുറിച്ച് സംശയം തോന്നാൻ കാരണം. അതുകൊണ്ട് ശക്തമായ രീതിയിൽ നടപടി വേണം. ഞാൻ അമ്പലം വിഴുങ്ങി, അമ്പലക്കള്ളൻ തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കുന്നില്ല. പക്ഷേ അത്തരത്തിൽ ആരോപിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി ശിക്ഷിക്കണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.